ഒരു 20 മിനിറ്റ് നടന്ന് ബോട്ടിങ്ങിന് എത്തിയിട്ടുണ്ട്. ഇതാണ് ബോട്ടിങ്ങിലോട്ട് പോകുന്ന സ്ഥലം. അടിപൊളി. വിയറ്റ്നാമിലെ ട്രാഫിക്കാണേ കണ്ടോ മക്കളെ, ട്രാഫിക്ക് മൊത്തം മോക്കട. വാട്ടർ ബസ് കറക്റ്റ് ടൈമിന് എത്തിയോ അതോ ലേറ്റായോ? നമ്മുടെ അടുത്ത പരിപാടിക്ക് പോവാം അല്ലേ? ബോട്ടിങ്, അടുത്ത ഇവൻ്റ് ബോട്ടിങ്. So guys, ഇന്ന് നമ്മുടെ ചാലഞ്ച് നമ്പർ 2 ടിനുവളിന്റെ വക നൈറ്റിലുള്ള bike tour. Bike tour, a city tour, foot tour on motorbikes. That's what we're going to do. ഇന്ന് മോട്ടോർ ബൈക്ക് ഓടിച്ച് ഇവിടെ കൂറ മഴയാണ്. ഈ മഴയത്ത് നമ്മള് അങ്ങോട്ട് മഴയും ട്രാഫിക്കും ആണെങ്കിൽ ഇതാണ് ഇന്നത്തെ പ്ലാൻ. ഈ ട്രാഫിക്കിൻ്റെ അതിൽ പോയിട്ട് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സിലെല്ലാം ഫുഡ് അടിക്കുക. ടോണിയൊക്കെ ഈ ചില്ല് മൂടില്ല. മോണിമോനെ ഇറങ്ങാം. നാളത്തെ പ്രോഗ്രാം സ്പോൺസർഡ് ബൈ ആരാ? നാളത്തെ സ്പോൺസർ മെക്കോൺ ഡെൽറ്റ. ഫുട്ടൂർ കഴിഞ്ഞു. ഇവരാ അടുത്ത പിടിച്ചോ. വിയറ്റ്നാം ഫുഡ് ടൂറ് ഒരു സ്റ്റോളിൽ വന്നു. നെക്സ്റ്റ് സ്റ്റോളിലോട്ട് പോകാൻ പോവാം. റെഡി ടു ഗോ? എടാ ബോണി, ഈ ടിനുവിനെ സമ്മതിക്കണ്ടേ? ഈ ലൊക്കേഷനൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? ഭയങ്കര തന്നെ കേട്ടോ. പുത്തൂർന്ന് വെച്ച് ടിനുവിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ അല്ല. ഇവരാണ് നമ്മുടെ ടൂർ ഗൈഡ്. ഈസ് ആക്ച്വലി ഷോയിങ് us എന്തൊക്കെ ടൈപ്പുള്ള ഫുഡുള്ളത്. നേരത്തെ മുമ്പേ ക്യാറ്റ് ഫിഷാണ് നമ്മൾ കഴിച്ചത്. അടുത്ത വേറെ എന്ത് സാധനം എങ്ങനെയാ ബോണി? അപ്പം വെറൈറ്റി റൈസ് അല്ലേ? നമ്മുടെ പഴം ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിരിക്കുന്നു. ഓ ഓക്കെ. എന്നിട്ട് ഇത് മറ്റേ ഈ ഇലക്കകത്ത് എന്തോ ഇട്ട് വാഴയിലേക്ക് തന്നെ വെച്ചിട്ട് സ്റ്റഫിങ് പോലെ അല്ലേ? കൊള്ളാം. നല്ല ബ്യൂട്ടിഫുൾ ഫുഡാട്ടോ ഇവരുടെ. നല്ലൊരു സ്വീറ്റായിട്ടൊരു ഡെസേർട്ട് കഴിക്കും. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ബോണിക്കും എല്ലാം ഫ്രണ്ടിലുണ്ട്. അടുത്ത സംഭവം ഇതാണ് പോർക്ക് ഷ്രിംപ് ആൻഡ് ക്രാബ് മീറ്റ്. ഓണിമോൻ ആർത്തി മൂത്ത് വട്ടായി. സ്മെല്ലടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല മണമുണ്ടല്ലേ? എങ്ങനെ അതൊന്നും എനിക്ക് തിന്നാൻ അറിയത്തില്ല. പരിഷ്കാരി ഓണിമൻ. ഇവരാണ് നമ്മുടെ ഗൈഡ്. ഇവർ നമ്മളെ ഈ ഓരോരോ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി നമ്മളെ കാണിക്കും. ടോണിക്ക് ചോപ്സ്റ്റിക്കൊക്കെ അറിയണോ? മിടുക്കണോ? എനിക്ക് വലിയ പൊളിച്ചു. വേറെ ലെവല് സൂപ്പ് ഒരു സംഭവം അല്ലേ? ചൂടാതിരിക്കേ. ഇവിടെ ഇതിനകത്ത് കുയിലൊക്കെ ഇല്ലേ? മറ്റേ എന്താ മുട്ട? കാടമുട്ട. കാടമുട്ട കടമുട്ട അടിച്ചോ? കാടമുട്ട
കൊള്ളാം കടമുട്ട കഴിക്കാൻ പോവാം. And we can use the power there. ഒരുത്തൻ മുളവിന്റെ ഇതെടുത്തിട്ട് കമത്തി Same there too. Same. ലൈം വേണോ? എനിക്ക് വേണം. പക്ഷെ ആ എരി വിട്ടപ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. ഓ ഓണി ഇവിടെ കണ്ട് ഇല്ല. എടാ ഇത് പൊളിയാ സാധനം കേട്ടോ. കേട്ടോ എന്നെ ടോണി ഈ ഫയറി ടോണി ഞങ്ങൾ വിളിക്കാൻ പോവാ. മൊത്തോടെ ഒരു കത്തിയിട്ടുണ്ട്. അപ്പാർട്ട്മെന്റ് കത്തിക്ക് നിന്റെ വീഡിയോ എനിക്ക് വയ്യടാ പഠിച്ചിട്ടാ ചോപ്സ്റ്റിക് വെച്ച് കഴിക്കാൻ. പരിഷ്കാരി എനിക്ക് 2 മുട്ട ഒരുമിച്ച് എടുക്കാൻ പറ്റുമല്ലോ. French colonial period to American period. പഴയ അപ്പാർട്ട്മെന്റ്സാ 1960s ബിൽഡ് ചെയ്തത്. ഈ ഏരിയ മൊത്തം ബോംബിട്ട് നശിപ്പിച്ചായിരുന്നു തന്നെ ഡ്യൂറിങ് വിയറ്റ്നാം വാർ. അത് കഴിഞ്ഞിട്ട് ഇവർ എനിക്കറിയത്തില്ല അതിൻ്റെ ഡേറ്റ് എത്രയാണെന്ന്. ഇവർ അത് കഴിഞ്ഞിട്ട് കണ്ട് റീബിൽഡ് ചെയ്താ. $20 per month. So they want some people they want to fly. So ഇതുണ്ട് വണ്ടി അവരുടെ സ്കൂട്ടർ ഈ വലിയ കെട്ടിടത്തിന് മണ്ട കയറ്റാൻ വേണ്ടിയുള്ള റാമ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ബൈക്ക് വെക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ വേണം പാർക്കിങ്ങിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞത് ഇവരെല്ലാം ഇതിൻ്റെ അകത്തോട് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ വണ്ടി കയറ്റി മേലെ കൊണ്ടുപോകും. കൊള്ളാം, സംഭവം കൊള്ളാം മോനെ. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുക. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ ഒരു റൂമിൽ സ്കൂട്ടർ ഇരിക്കുന്നുണ്ടോ. ആ റാമ്പ് വഴി ഇവർ സ്കൂട്ടർ കയറ്റിക്കൊണ്ട് തിരക്കകത്ത് കൊണ്ടുവരും. ഇത് ഞാൻ പലയിടത്തായിട്ട് കണ്ടു. ഇവരുടെ ഷോപ്സിൻ്റെ വെളിയിലും വീടിൻ്റെ വെളിയിലൊക്കെ ഇങ്ങനെ അവർ ആൻസിസ്റ്റേഴ്സിന് ഇതൊക്കെ പൂജ പോലെ. ഏത് നെറ്റ്വർക്ക് എഞ്ചിനീയർ വിചാരിച്ചാലും ഇത് സോർട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര എന്നാ ഇതല്ലേ കോംപ്ലിക്കേറ്റഡ് അല്ലേ. ഏതെങ്കിലും ഒരു വീട്ടിലെ കണക്ഷൻ പോയി ഇത് എങ്ങനെ ഒന്ന് സോർട്ട് ചെയ്ത് സ്ലംസ് ആണ് ഇവരുടെ സ്ലംസ് ആണ് പോലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. അവരൊക്കെ അവരുടെ ചെറിയ ഏരിയ പോലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുക. വിയറ്റ്നാമിലെ നൈറ്റ് മാർക്കറ്റാണിത്. ഇവിടെ സീ ഫുഡും കാര്യങ്ങളുമൊക്കെ ആൾക്കാർ വഴിയിലിട്ട് നമ്മുടെ തട്ടുകട സെറ്റപ്പിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. സ്നെയില്, ക്രാബ്, അങ്ങനത്തെ പല മീറ്റുകളുണ്ട്. നമ്മൾ കഴിക്കത്തില്ലാത്ത പല സാധനങ്ങളും ഉണ്ട് ഇവിടെ. പക്ഷെ വളരെ ചീപ്പായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോക്കൽ ഏരിയ അല്ലേ? ഞങ്ങൾ ഓൾറെഡി വയറ് നിറഞ്ഞിരിക്കുന്നതാണ്. ഞങ്ങളൊന്നും കഴിക്കുന്നില്ല. ഇങ്ങനെ വഴിയിലിരുന്നാണ് ഇവർ കഴിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇത് എന്താണെന്ന് നോക്കിക്കുന്നത്. പല ടൈപ്പിലുള്ള ഒച്ചട വെറൈറ്റി ഒച്ചകൾ. ഒച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി ഒച്ച ഉണ്ടാവും. എടുത്ത് എറിയുവേ. പിന്നല്ലാതെ ഇനി ഈ പണ്ടാരങ്ങൾ തിന്നൂടാ. ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെ ഫ്ലവർ മാർക്കറ്റ്. എന്നാ മണമാണ് അല്ലേ? ബ്യൂട്ടിഫുൾ സ്മെല്ലേ. ഫ്ലവർ മാർക്കറ്റിൽ കൂടെ തെണ്ടി ഇറക്കുക. ആ അടിപൊളി മണം. ഇതുണ്ടോ ഇതുണ്ടോ? ബ്യൂട്ടിഫുൾ ഫ്ലവർ. ലോട്ടസ് ഫ്ലവർ ഉണ്ടോ? ലോട്ടസ് ഫ്ലവർ white color and pink color. പൂക്കളുണ്ടോ? എന്നാ ബ്യൂട്ടിഫുൾ. Many kinds of. Different colors actually. ഇത്ര വെറൈറ്റി പൂക്കളെ ഞാനില്ല. എന്നാ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, എന്നാ ബ്യൂട്ടിഫുൾ മണമാണ്. തോണിക്കുട്ട ഫ്ലവറിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. തോണി ആർക്ക് കൊടുക്കാനാടാ? ഏഞ്ചലിൽ തന്നെയല്ലേ? വരിക്കണല്ലേ? എല്ലാം എൻ്റെ ഭാര്യയ്ക്ക് മാത്രം. യുവർ ഭാര്യ സോ ലക്കി, യു നോ ദാറ്റ്? എൻ്റെ ഭാര്യ ഭയങ്കര ലക്കി, അതെനിക്കറിയാം. യെസ്, ഞാനും ലക്കിയാ എനിക്ക് ഏഞ്ചലിനെ കിട്ടിയത്. എനിക്കും തള്ളി ഞാൻ കൊല്ലുവാ.